നിങ്ങൾ വെള്ളമുക്കുറ്റി കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇതാണ് സാധനം. ഇതിനൊരു ആൽബിനോ കാറ്റഗറിയിൽ പെടുത്താൻ ശ്രമിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, പാരമ്പര്യമായി സിദ്ധ ചികിത്സ ചെയ്യുന്നവർക്ക് ഇതൊരു അമൂല്യമായിട്ടുള്ള ഔഷധമാണ്. ഇതെന്നല്ല, സാധാരണ ചെടികളിൽ വെള്ളപ്പൂക്കൾ വിരിയുന്നതിൽ ഔഷധമൂല്യം 10 മടങ്ങാണെന്നാണ് വിശ്വസിച്ചു പോരുന്നത്. ഇതുപോലുള്ള റെയറായിട്ടുള്ള ഔഷധ ചെടികളുടെ ഒരു കളക്ടറാണ് ബിപിൻ. ഔഷധ ചെടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആദ്യമായിട്ട് ഞാനും ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അപ്പോൾ വെള്ളമുക്കുറ്റിയുടെ ഔഷധ വിശേഷങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. പ്രസവ ചികിത്സകളിൽ പണ്ട് ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. പ്രസവിച്ച് കഴിഞ്ഞാൽ കുറുക്കുണ്ടാക്കി കൊടുക്കും. വെള്ളമുക്കുറ്റിയിൽ കൊടുക്കും, മഞ്ഞമുക്കുറ്റിയിൽ കൊടുക്കും. വെള്ളമുക്കുറ്റി കൊടുത്താൽ ഉള്ളിലുള്ള മുറിവുകൾ ഉണങ്ങാനായിട്ടാണ് കൊടുക്കുന്നത്. അത് പോരാഞ്ഞിട്ട് മൂക്കിലുണ്ടാകുന്ന ചത വളരുന്നതിന് ഇതിൽ എണ്ണ ഉണ്ടാക്കും. എണ്ണ ഉണ്ടാക്കിയിട്ട് ഡ്രോപ്സ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചത വളരുന്നത് കുറയും, വേദനയും കുറയും. ചിലന്തിനായകം എന്നാണ് ഇതിൻ്റെ പേര്. ചിലന്തി വിഷയത്തിന് ഇതിന് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ അരച്ചിട്ട് തേങ്ങാ വെള്ളത്തിലോ അല്ലെങ്കിൽ പഴങ്കഞ്ഞി വെള്ളത്തിലോ കൊടുത്തു കഴിഞ്ഞാൽ ചിലന്തി വിഷം മാറും. ഇത് 7 ദിവസം കൊടുക്കണം. അതിൽ ചെറിയ പഥ്യമുള്ളൂ, ഉപ്പുള്ളതും എരിയുള്ളതുമായിട്ടുള്ള ആവശ്യങ്ങൾ കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ എണ്ണ വർഗ്ഗങ്ങൾ ഉപേക്ഷിക്കുക. ആ പഥ്യത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില ദിവസം നന്നായിട്ട് മാറും. ബിപിനൊരു തെക്കൻ കളരി ഗുരുക്കളാണ്, അഭ്യാസിയാണ്. പിന്നെ വളരെ ആകാംക്ഷയോടുകൂടി പല വൈദ്യന്മാരെയൊക്കെ പോയി കണ്ട് അനന്തമായ സിദ്ധവൈദ്യശാസ്ത്രം അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആറ്റിങ്ങൽ കൊല്ലമ്പുഴയിലായിട്ട്, അതായത് നമ്മുടെ കൊട്ടാരത്തിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് വരും, അവിടെ പുതുതായിട്ട് തുടങ്ങിയ ചികിത്സാലയം കാണാൻ വന്നതാണ്. വെള്ളമുക്കുറ്റിയെക്കുറിച്ച് ആശാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും കാണാനുള്ള ഭാഗ്യം ഇതാദ്യമായിട്ടാണ് ലഭിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ കൂടി ഇതൊന്ന് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ കാണുന്ന സ്റ്റീം ബാത്ത് പോലല്ല ഈ ഒരു സ്റ്റീം ബാത്ത്. പാരമ്പര്യ സിദ്ധ ചികിത്സ ചെയ്യുന്നവരുടെ കയ്യിലാണ് ഇത്തരത്തിലുള്ളൊരു സ്ട്രക്ചർ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതേ സ്ട്രക്ചറിലുള്ള സ്റ്റീം ബാത്ത് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വെള്ളമുക്കുറ്റിയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിവുള്ളവരുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റായിട്ട് ഷെയർ ചെയ്യുക.